ഹലോ ഹോബി ഹട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 2 കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വാലൻറ്റൈൻസ് ഡേക്ക് വരികയല്ലേ, അപ്പോൾ നമ്മൾ ഈ വാലൻറ്റൈൻസ് ഡേക്കും ആനിവേഴ്സറിക്കും ഒക്കെ കൊടുക്കാനായിട്ട് പറ്റിയ ഈസി ആയിട്ടുള്ള 2 ഡിസൈൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കേക്ക് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ട് മുകളിൽ ഇങ്ങനെ പാലറ്റ് നൈഫ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മളിങ്ങനെ റെഡ് ഗണാശയാണ്, നല്ല ഡാർക്ക് റെഡ് ഗണാശയാണ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ ട്രിപ്പ് ചെയ്യുന്ന രീതി കൊടുക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോൾ കുറച്ചൊന്ന് തിക്കായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ആ ഒരു സൈഡിലായിട്ട് നമ്മളിങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഫോണ്ടൻറ്റ് വെച്ച് റെഡ് ഫോണ്ടൻറ്റ് വെച്ചിട്ട് കുറച്ച് ഈ ഒരു ലവ് ഷേപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 ഇങ്ങനെ സ്റ്റിക്കിൽ കുത്തി നിർത്തിയും ബാക്കിയെല്ലാം കേക്കിൽ ഇങ്ങനെ അവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ കേക്കിൻ്റെ നൈമൊക്കെ എഴുതിയതും ആ റെഡ് ഫോണ്ടൻറ്റിൽ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനെ കേക്കിനെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ടോപ്പറും സൈഡിലായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്ന കേക്ക് സിക്കിൾസുമാണ് കേട്ടോ. കസ്റ്റമറിന് എന്തായാലും ഈ കേക്ക് നന്നായിട്ട് ഇഷ്ടമായി, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കായിരുന്നു ഇത്. ഇനി അടുത്ത കേക്ക് നമ്മളൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതും കസ്റ്റമൈസ്ഡ് ആണ്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചോക്ലേറ്റിലാണ് ചെയ്തെടുക്കുന്നത്. ക്രീമൊന്നും യൂസ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് ചോക്ലേറ്റിൽ ചെയ്തെടുത്ത ഒരു കേക്കായിരുന്നു കേട്ടോ ഇത്. ഇത് കസ്റ്റമർ ആവശ്യപ്പെട്ടത് ആ ഒരു ലവ് ഷേപ്പിൽ വേണം എന്നവർക്ക്. പിന്നെ അതിനകത്ത് നട്ട്സ് ഒന്നും ആഡ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമ്മൾ കസ്റ്റമർ പറഞ്ഞ രീതിയിൽ തന്നെ ആദ്യം റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു കേക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട്, ആ ബോർഡിൻ്റെ ഒരു ഫ്രണ്ടിലോട്ടാണ് നീക്കി വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ ആ ഒരു ലവ് ഷേപ്പിൽ സെറ്റ് ചെയ്യുമ്പോഴേക്കും ആ സ്പേസിന് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഫ്രണ്ടിലോട്ട് കേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി ഒക്കെ വെക്കേണ്ടിയായിട്ട് വരും. ഇപ്പോൾ ആ ഒരു ചോക്ലേറ്റ് ഗണാശ വെച്ചിട്ട് കേക്ക് ഫൈനലായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കേക്ക് ഒന്ന് ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് കേക്ക് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് അതിനെ ലവ് ഷേപ്പിലോട്ട് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും പിന്നെ ഈ വാലൻറ്റൈൻസ് ഡേക്ക് കൊടുക്കാനായാലും ഈ ഒരു ഷേപ്പിലാവുമ്പോൾ കുറച്ചുകൂടെ ഒരു രസം ഉണ്ടാവില്ലേ കേക്ക്. ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ലുക്ക് ഉണ്ടല്ലോ, നല്ല രസമാണ് കാണാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫൈനൽ കോട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗണാശ വെച്ചിട്ട് തന്നെ ലാസ്റ്റ് ആ ഒരു നമ്മൾ ആ ഒരു ഫൈനൽ കോട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ആ കേക്കിൻ്റെ ഷേപ്പും ഒക്കെ കറക്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ഗണാശയിൽ നമ്മൾ കുറച്ചൊരു ബട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ഒരു ഗ്ലേസിങ് ഉണ്ടാവും കേക്കിന്. ഞാനിപ്പോൾ ബട്ടറൊന്നും ആഡ് ചെയ്തിട്ടില്ല, നോർമലി ഗണാശ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടിപ്പോൾ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് റൗണ്ട് കേക്ക് പോലെ എല്ലാം ഞാൻ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഫൈനൽ ലുക്ക് വരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു എന്താ പറയുക, എനിക്ക് അത്രയും ഇഷ്ടമായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ ഇത്. കേക്കിൻ്റെ ഫൈനൽ ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കേക്കിൻ്റെ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ഞാൻ ഫ്രീസറിൽ സെറ്റ് ചെയ്തിട്ടാണ് അടുത്ത് ഡെക്കറേഷന് വേണ്ടിയിട്ട് കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതും കസ്റ്റമർ പറഞ്ഞതുപോലെ താഴെ ചോക്കോ ചിപ്സ് എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് വേണമെന്ന് അവർ തന്നെയാണ് നമ്മളോട് ആവശ്യപ്പെട്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ താഴെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ടും ഇങ്ങനെ മേലെ ഒരു സൈഡിലായിട്ടും ഇങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു സ്പേസിലാണ് റെഡ് റോസസ് വെച്ച് കൊടുക്കുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് കേട്ടോ. അതിങ്ങനെ ഒരു 3 പിന്നെ നോർമലി ഒരു സാധാരണ ഒരു ഫ്ലവർ അതിൻ്റെ ഫ്രണ്ടിലായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറും ആ ഒരു സൈഡിലായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് ഷുഗർ ബോൾസ് ആ ഒരു പോർഷനിൽ മാത്രമായിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബർത്ത്ഡേ ഗേളിൻ്റെ പേര് എഴുതി കൊടുത്തത് താഴെ കേക്കിൻ്റെ ബോർഡിലായിട്ട് ഫോണ്ടൻറ്റിലാണ് എഴുതി കൊടുത്തത് കേട്ടോ. അത് കേക്കിൻ്റെ മേലെ ഒന്നും വെച്ചിട്ടില്ല, താഴെ ബോർഡിലായിട്ടാണ് വെച്ച് കൊടുത്തത്.
അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം എനിക്ക് എന്തായാലും വളരെ ഇഷ്ടമായി ഈ കേക്കിൻ്റെ ലുക്ക്. അതുപോലെ കസ്റ്റമറിനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ. വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ.